നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഒരു അവസ്ഥയാണ് ഇസ്രായേലിൻ്റെതെന്ന് ഇപ്പോൾ പറയാം. കാരണം ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസി മൊസാദ് വളരെ പ്രശസ്തമാണ്. കേരളത്തിലെ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വളരെ വലിയ വാഴ്ത്തുപാട്ടാണ് മൊസാദിനെ കുറിച്ച് പാടാറുള്ളത്. മിക്കപ്പോഴും അവരുടെ ആഭ്യന്തര ഏജൻസിയായ ഷിൻബത്തും അതുപോലെ വലിയ ക്രെഡിബിലിറ്റിയുള്ള വളരെ പ്രശസ്തമായ ഏജൻസിയാണ്. അവരെയൊക്കെ കവച്ചു വെക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. മിക്കപ്പോഴും ഈ ഇസ്രായേലിൻ്റെ നയതന്ത്ര പ്രതിനിധികളും പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഒക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ മൊസാദിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നു എന്ന് ഇസ്രായേലിൻ്റെ സൗഹൃദ രാജ്യങ്ങൾ തന്നെ ആരോപിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഈ ഗസ ഇസ്രായേൽ യുദ്ധം തുടങ്ങുമ്പോൾ ഇംഗ്ലീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ബോറിസ് ജോൺസൺ പറഞ്ഞത്, ഒരിക്കൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ ഔദ്യോഗിക വസതി സന്ദർശിക്കുകയും ബോറിസ് ജോൺസന്റെ ടോയ്ലറ്റ് ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ്. ടോയ്ലറ്റ് ഉപയോഗിച്ച് ബെഞ്ചമിൻ നെതന്യാഹു തിരികെ പോയി. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിലൊക്കെ ഒരു ഏർപ്പാടുള്ളതെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി അവരുടെ പ്രധാനമന്ത്രിയുടെയും അതുപോലുള്ള ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെയും നയതന്ത്ര പ്രതിനിധികളുമൊക്കെ വസതിയും ടോയ്ലറ്റും ഒക്കെ സെർച്ച് ചെയ്യും. അവർ പരിശോധിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. കാരണം അവിടെ എന്തെങ്കിലും രഹസ്യ ചോർത്തുവാനുള്ള ചാരയന്ത്രങ്ങളൊക്കെ ഏതെങ്കിലും ശത്രു രാജ്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി പരിശോധിക്കുന്നതിനിടയിൽ നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു വെച്ച ഒരു രഹസ്യ ചാരപ്രവർത്തന യന്ത്രം കണ്ടുപിടിച്ചു എന്ന് ബോറിസ് ജോൺസൺ ഈ അടുത്ത സമയത്ത് ഈ ഇസ്രായേൽ ഗസ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ വളരെ സൗഹൃദപരമായി മുന്നോട്ട് പോകുന്ന രാജ്യങ്ങൾക്കിടയിൽ പോലും ഇസ്രായേൽ അവരുടെ ചാരപ്രവർത്തനം മൊസാദിൻ്റെയും ഒക്കെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി അവരുടെ ആ രാജ്യങ്ങളുടെ രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഈ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ UK എന്നൊക്കെ പറയുന്നത് ഇസ്രായേലിൻ്റെ രൂപീകരണത്തിന് തന്നെ കാരണമായ ഒരു രാജ്യമാണ്. UKയുടെയൊക്കെ ഒരു മുൻകരുതലാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പരിഗണനാ ക്രമത്തിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ സ്ഥാപിച്ചത്. അപ്പോൾ അവരുടെ തന്നെ പ്രസിഡന്റിൻ്റെ ടോയ്ലറ്റിൽ പോയി ചാരപ്രവർത്തന യന്ത്രം വെച്ച ഒരു പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ആ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇപ്പോൾ 8ന്റെ പണിയാണ് കിട്ടുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. മിക്കപ്പോഴും ഇറാന്റെ ചാരപ്രവർത്തനം ഇസ്രായേൽ വളരെ ശക്തമായി നടക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന ഒരു വിവരം കൂടി ഈ അവസരത്തിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലി സൈനികർ ഈ അടുത്ത സമയത്ത് 4-5 സൈനികർ തന്നെ ഇറാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റിലായിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ ഇറാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ അയൺ ഡോമിൻ്റെ പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെ ഇസ്രായേലി സൈനികർ തന്നെ ചോർത്തി കൊടുത്തതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. പ്രത്യേകിച്ചും ഈ അയൺ ഡോമിൻ എവിടെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്, അതിൻ്റെ പ്രവർത്തനം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ രൂപരേഖകൾ ഇസ്രായേലി സൈനികർ പകർന്നു നൽകിയതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇറാന്റെ ചാരപ്രവർത്തനം മൊസാദിനേക്കാളും കവച്ചു വയ്ക്കുന്ന രീതിയിൽ ഇസ്രായേൽ നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അതിനേക്കാളുമൊക്കെ കവച്ചു വയ്ക്കുന്ന ഒരു റിപ്പോർട്ട് ഈ ദിവസങ്ങളിൽ ഇന്നലെ പുറത്തു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, ഇസ്രായേൽ ഏറ്റവും പ്രശസ്തനായ ഒരു കെമിക്കൽ എഞ്ചിനീയർ ഡോറൻ ബൊക്കാസെ, അദ്ദേഹത്തെ ഇസ്രായേലിൻ്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി ഷിൻബറ്റ് ഇന്നലെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വരികയാണ്. അദ്ദേഹം നോഹേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിന് അടുത്ത് വെച്ചാണ് ഈ ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയിൽ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആണവായുധ രഹസ്യങ്ങൾ ഇറാന് കൈമാറി എന്നതാണ്. ഇസ്രായേലിൻ്റെ ആണവായുധ രഹസ്യങ്ങൾ ഇറാന് കൈമാറിയതിൻ്റെ പേരിൽ ഇസ്രായേൽ ഏറ്റവും പ്രമുഖനായ കെമിക്കൽ എഞ്ചിനീയർ അറസ്റ്റിലാകുന്നു എന്ന വാർത്തയാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു അറബ് മുസ്ലിം അല്ല. നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലിൽ അറബികളായ മുസ്ലിങ്ങളുണ്ട്. അങ്ങനെയുള്ള അറബ് മുസ്ലിം അല്ല, അദ്ദേഹം ഒരു പ്യൂർ ജൂ ആണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇസ്രായേലിൽ പൗരനാണെങ്കിലും മനസ്സ് ഇറാനോടൊപ്പമാണ് എന്നാണ്. അപ്പോൾ ഈ നോഗവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിന് സമീപം വെച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇദ്ദേഹം ഇസ്രായേലിൻ്റെ ആണവ രഹസ്യങ്ങൾ ഇറാന് കൈമാറി എന്നാണ്. അപ്പോൾ നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വായിക്കേണ്ടത് തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന ഒരു വസ്തുത തന്നെയാണ്. മറ്റൊന്ന്,